ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡും അതുപോലെ തന്നെ മുട്ടയും വെച്ചിട്ട് ഈസി ആയിട്ടൊരു സ്നാക്കാണ്. അപ്പോൾ നമ്മൾ വീഡിയോക്ക് ഒന്ന് പോകുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമേ ഞാൻ അടുത്ത് പുതിയ വീഡിയോസിനുണ്ട് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് ഒരു പിസ്സ ടേസ്റ്റിൽ നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം ചെറിയൊരു പീസ് ബട്ടറാണ് ഇട്ട് കൊടുത്തത്. ബട്ടറിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്താലും മതി. അതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം 3 സ്ലൈസ് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് സൈഡൊന്ന് കട്ട് ചെയ്യാതെ തന്നെ ചെറിയ പീസാക്കിയിട്ടിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. കരി എഴുതിട്ട് അല്ലാതെ തന്നെ ഫ്രൈ ആക്കിയിട്ട് ഫ്രൈ ആയി നമുക്കറിയാൻ പറ്റും. ഒരു നല്ല ക്രിസ്പി പോലെ ആയിട്ടുണ്ടാവും. ആ ഒരു പരിവാവുന്നവരെ നമുക്ക് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ആക്കി കിട്ടും. ഇതവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റിയതിന് ശേഷം സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടറും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം ഒരു ചെറിയൊരു സവോള നല്ല നൈസാക്കിയിട്ട് നീളത്തിലല്ല ചെറുതാക്കി അരിഞ്ഞതാണ്. നല്ല നൈസാക്കിയിട്ട് തന്നെ അരിയാൻ നോക്കണം. ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്താണ് കേട്ടോ. നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് തന്നെ വാടണം കേട്ടോ. അതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോകുന്ന വരെ തന്നെ വാട്ടിയെടുക്കുക. അപ്പോൾ ഇവിടെ നന്നായിട്ട് വാട്ടിക്കിട്ടിട്ടുണ്ട്. നൈസായിട്ട് തന്നെ അരിയാൻ നോക്കുക കേട്ടോ, അതാണ് ടേസ്റ്റ്. അതിനുശേഷം ഒരു ഹാഫ് ക്യാപ്സിക്കം അത് ഇതേപോലെ ചോപ്പറിൽ ഞാൻ ചോപ്പ് ചെയ്താണ്. അല്ലെങ്കിൽ നമുക്ക് നൈസായിട്ട് അരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് ഇട്ടാലും മതി കേട്ടോ. ക്യാപ്സിക്കം അധികം വാടേണ്ട ആവശ്യമില്ല. ക്യാപ്സിക്കം കഴിക്കുമ്പോൾ കിട്ടണം, അതാണ് ടേസ്റ്റ്. അതിനുശേഷം കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു തക്കാളി അല്ലെങ്കിൽ ഹാഫ് പീസ് ആയാലും മതി. അത് ഞാൻ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്താൽ ആവശ്യമില്ല. ചെറുതാക്കി അരിയാണെങ്കിൽ അങ്ങനെ അരിഞ്ഞാൽ മതി. ഞാൻ ചോപ്പറിലൊന്ന് ചെയ്തെടുത്താണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ തക്കാളി നിന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് 1 സ്പൂണ് ചിക്കൻ മസാലയാണ് കേട്ടോ വേണ്ടത്. ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഫ്ലെയിം മീഡിയത്തിന് ഇട്ടാൽ മതി, ഹൈലൊന്നും ഇടേണ്ട ആവശ്യമില്ല. മീഡിയത്തിന് ഇട്ടാൽ ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ബ്രെഡില്ലേ, ആ ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ബ്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ആ മസാലയും ബ്രെഡും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സായിട്ട് സെറ്റ് ആവണം. ആ ബ്രെഡും ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ആ ഫ്രൈ ആയത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ബ്രെഡാണ്. പെട്ടെന്ന് തന്നെ അതുമ്പോൾ മസാല നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബ്രെഡുമ്പോൾ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആവും കേട്ടോ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല നമുക്ക് ആകുമ്പോൾ നല്ല പറ്റി പിടിച്ചെന്ന് തോന്നി. അതിന് ശേഷം ആ ബ്രെഡ് നമുക്ക് ആ പാനിൽ ഇങ്ങനെ നന്നായിട്ട് പരത്തി കൊടുക്കാം. ആ പാൻ്റെ ഷേപ്പിന് നമുക്ക് വട്ടത്തിൽ നന്നായിട്ട് ഒരു ഗ്യാപ്പില്ലാതെ തന്നെ പരത്തി കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ 3 എഗ്ഗാണ്. 3 എഗ്ഗ് പൊട്ടിച്ചിട്ട് ഞാൻ ജസ്റ്റ് മിക്സിയിലൊന്ന് കറക്കി, നിങ്ങൾക്ക് കറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ഫോർക്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്ത്, അതാണ് ഇത്ര ലൂസിലിരിക്കുന്നത്. മിക്സി ജാറിലാക്കണമെന്നൊരു നിർബന്ധമില്ല. ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെ ലൂസാക്കി ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം സിമ്മിലിടുക കേട്ടോ. സിമ്മിൽ തന്നെ ഇടണം. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തട്ട് വെച്ചിട്ട് ആ തട്ടിൻ്റെ മേലെ വെച്ചാലും മതി. അടി കരിയണ്ട, അതാ പറഞ്ഞത്. അല്ലെങ്കിൽ നല്ല സിമ്മിലിട്ടാലും മതി. അതിന് ശേഷം എഗ്ഗ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മസാല ചീസ് ഇട്ട് കൊടുക്കുക. നല്ല ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് ഇട്ടതിന് ശേഷം ഞാൻ ചില്ലി ഫ്ലേക്സാണ് ഇട്ടത്. അതും ഇതിൻ്റെ മേലെ വെതറിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ നല്ല സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. ഫ്ലെയിം കൂട്ടാനേ മീഡിയത്തിൽ ഇടേണ്ട ആവശ്യമില്ല. കാരണം ആ ചീസൊക്കെ മെൽറ്റ് ആവുന്നവരെ നമുക്ക് ഉമ്മ വെക്കണം. അപ്പോൾ അടി കരിയാതെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ അതാ ചീസൊക്കെ മെൽറ്റ് ആയതിനു ശേഷം ഞാനിവിടെ ലിഡ് എടുത്തിട്ടുണ്ട്. നല്ല ചീസൊക്കെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇല്ലാത്ത നല്ല ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ ഈ ഒരു പിസ്സ മോഡെന്ന് പറയാം. അപ്പോൾ ചിക്കൻ ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്കിത് കട്ട് ചെയ്തിട്ട് പിസ്സ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തിട്ട് തന്നെ കഴിക്കാം കേട്ടോ. പിസ്സ ഉണ്ടാക്കുന്ന അത്രയും പണിയില്ല. ചിക്കൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ എടുത്ത് നമ്മൾ ആ ചീസൊക്കെ ഒന്ന് മെൽറ്റാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ. നിങ്ങൾക്ക് ആളുകൾ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ബ്രെഡൊക്കെ ഒന്ന് കുറച്ച് കൂടുതലെടുത്ത് ആ മസാല ഒന്ന് കൂടുതലെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ആളുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. ഈസിയാണ്, ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ബ്രെഡും എഗ്ഗും എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നല്ലൊരു സ്നാക്കാണ്, കഴിക്കാനും ടേസ്റ്റിയാണ്, ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.